ഹലോ, വെൽക്കം ടു മൈ ക്ലാസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് NMMSലെ 2 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാനിവിടെ 2 ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് 9 മീറ്റർ ഈസ് ടു 27 സെൻറ്റിമീറ്റർ? അതിന് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. A 3:100, B 100:3 ആൻഡ് C 3:1000 ആൻഡ് D 1000:3. 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം റേഷ്യോ എപ്പോഴും ഒരേ യൂണിറ്റിലായിരിക്കണം എന്നുള്ളത്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 9 മീറ്റർ ഈസ് ടു 27 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ മീറ്ററും ഇവിടെ സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ നമ്മൾ ഒന്നുകിൽ ഇതിനെ മീറ്ററിലേക്ക് ആക്കണം, അല്ലെങ്കിൽ ഇതിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കണം. അപ്പോൾ ഞാനിവിടെ സെൻറ്റിമീറ്ററിലേക്കാണ് ആക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം 1 മീറ്റർ ഈസ് ഈക്വൽ ടു എത്ര സെൻറ്റിമീറ്റർ ആണ്? 100 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ 9 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? 900 സെൻറ്റിമീറ്റർ അല്ലേ? ഇപ്പോൾ നമ്മൾ ഈ 900നെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കും, 9നെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ 900 സെൻറ്റിമീറ്റർ ഈസ് ടു 27 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതി അല്ലേ? അപ്പോൾ 900ഉം 27ലും എന്തെങ്കിലും കോമൺ മൾട്ടിപ്പിൾ ഉണ്ടാവും? ഉണ്ട്, 9 ഉണ്ട് അല്ലേ? അപ്പം 900ൽ 9 100 ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 100 കിട്ടും. 27നെ ചെറുതാക്കി 9ൽ എത്ര തവണ പോകും? 3 ടൈംസ് പോകും. അപ്പം നമ്മളുടെ ആൻസർ കിട്ടി. വളരെ സിമ്പിളാണ് ചെയ്യാൻ, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലേ? അപ്പോൾ 100:3 100:3 നമ്മുടെ ഓപ്ഷനിലുണ്ടല്ലോ, ബി. അപ്പോൾ എന്താ ചെയ്യേണ്ട? ആദ്യം മീറ്ററിനെയോ സെൻറ്റിമീറ്ററിനെയോ ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് ആക്കുക. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ 9 മീറ്ററിനെ 900 സെൻറ്റിമീറ്റർ ആക്കി. 27 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് അതുപോലെ തന്നെ എടുത്തെഴുതിയിരിക്കുന്നു. അപ്പം 900ൽ എത്ര 9 ഉണ്ട്? 900ൽ 9 എത്ര തവണ പോവുക? 100 ടൈംസ് പോകും. 27ൽ 9 3 ടൈംസ് പോകും. അപ്പോൾ നമുക്ക് ഇനി ഇത് 100ഉം 3ഉം ഒന്നിലും ക്യാൻസൽ ആയി പോകില്ല. അപ്പോൾ നമ്മൾ അത് അങ്ങനെ തന്നെ എഴുതി. നമ്മുടെ റേഷ്യോ എന്താണ്? റേഷ്യോ എപ്പോഴും എത്രത്തോളം നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റുമോ അതുവരെ ക്യാൻസൽ ചെയ്ത് പോകണം. അവസാനം കിട്ടുന്ന ആൻസർ ആണ് റേഷ്യോ. അപ്പോൾ 100:3 അത് നമ്മളുടെ ഓപ്ഷനിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 72% of 25 students are good in mathematics. How many are not good in mathematics? അപ്പോൾ എന്താ ചോദിച്ചത്? 25 സ്റ്റുഡൻസിൽ 72% ഗുഡ് ഇൻ മാത്തമാറ്റിക്സ് ചെയ്യാൻ നല്ല ഗുഡാണ്. അവർ നല്ല മാത്സിൽ നല്ല പ്രാവീണ്യമുള്ള കുട്ടികളാണ്. ഹൗ മെനി ആർ നോട്ട് ഗുഡ് ഇൻ മാത്തമാറ്റിക്സ്? ഇപ്പോൾ മാത്സിൽ ഗുഡ് അല്ലാത്ത കുട്ടികൾ എത്ര പേരുണ്ട് എന്നാണ് ചോദിച്ചത്. ഹൗ മെനി എന്ന് പറഞ്ഞാൽ എന്താ? എത്ര പേരുണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മളുടെ ടോട്ടൽ നമ്പർ ആണ് എന്ത്? 25. 25ൻ്റെ ഒന്നുമില്ല, ഈ ഓഫ് എന്ന് കണ്ടാൽ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് കരുതുക. 25ൻ്റെ 72% പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്താണ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 72/100ലല്ലേ നമ്മൾ പെർസെൻറ്റേജ് കൂട്ടുക അല്ലേ? പെർസെൻറ്റേജ് കണക്കാക്കി എന്തിലാണ്? 100ലാണ്. അപ്പോൾ 25ൻ്റെ 72% ആണ്. 25ഉം 100ഉം 5ലും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 25ൽ 5 5 ടൈംസ്, 10ൽ 5 2 ടൈംസ് 0 എടുത്ത് എഴുതി. ഇനി 5ഉം 20ഉം 5ൽ പോകും. 5ൽ 5 1 ടൈംസ്, 20ൽ 5 4 ടൈംസ്. ഇനി 4ഉം 72ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കുക. 4ൽ 1 ടൈംസ്, 7ൽ 4 1 ടൈംസ്, ബാലൻസ് എത്ര ഉണ്ട്? 3 ഉണ്ട്. ആ 3 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ 32. 32ൽ 4 എത്ര ടൈംസാണ്? 8 ടൈംസ്. അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടിയത്? 1 × 18. എത്രയാണ് 1 × 18 എന്ന് പറയുമ്പോൾ? 18 സ്റ്റുഡൻസ്. അപ്പം 25ൻ്റെ 72% എന്ന് പറഞ്ഞാൽ എത്രയാ? 25ൻ്റെ 72% എന്ന് പറഞ്ഞാൽ 18 സ്റ്റുഡൻസിനാണ് മാത്സിൽ ഗുഡ്. ആർ ഗുഡ് ഇൻ മാത്സ്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താ? മാത്സിൽ ഗുഡായ കുട്ടികളെയല്ല ചോദിച്ചത്, മാത്സിൽ ഗുഡ് അല്ലാത്ത കുട്ടികളെയാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ 25 ആണ്. 25 മൈനസ് 18 ചെയ്താൽ പോലെ നമുക്ക്. ടോട്ടൽ 25 ആണെങ്കിൽ ഗുഡുള്ള കുട്ടികൾ 18. അപ്പോൾ ഗുഡല്ലാത്ത കുട്ടികൾ എത്രയാ? 7 സ്റ്റുഡൻസ് ആണ് നോട്ട് ഗുഡ്. നിങ്ങൾക്ക് എക്സാമിൽ ഇങ്ങനെ എഴുതൊന്നും വേണ്ട,
ഓപ്ഷനിൽ ഉണ്ടാവും, അപ്പോൾ ബബിൾ ചെയ്യാനാണ് ഉണ്ടാവുക. അപ്പോൾ 7 കിട്ടിക്കഴിഞ്ഞാൽ 7 നമ്മുടെ ഓപ്ഷനിലുണ്ടോ? ഉണ്ട്, അത് ബബിൾ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി പറയാം. 72% of 25 students are good in mathematics. How many are not good in mathematics? അപ്പം 25 സ്റ്റുഡൻസിലെ 72% പേരും മാത്സിൽ ഗുഡാണ്. അപ്പോൾ മാത്സിൽ ഗുഡ് അല്ലാത്ത കുട്ടികൾ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചത്. അതിനെന്ത് ചെയ്യണം? നമ്മൾ 25ന്റെ 72% കാണാം. 25ഉം 100ഉം 5ൽ പോകും. 25 5ൽ 5 ടൈംസ്, 100ൽ 10ൽ 5 2 ടൈംസ്, 0 ഇറക്കി എഴുതി 20. ഇനി 5ഉം 20ഉം 5ൽ പോകും. 5ൽ 1 ടൈം, 20ൽ 4 ടൈംസ്. 4 72 ക്യാൻസൽ ചെയ്യാൻ പറ്റും. 4ൽ 1 ടൈംസ്, 7ൽ 4 1 ടൈംസ്, 32. 32ൽ 4 8 ടൈംസ്. അപ്പോൾ നമുക്ക് 1 × 18. 72% പറഞ്ഞാൽ 80 സ്റ്റുഡൻസ് ആണ്. 25ൽ 18 കുട്ടികളാണ് മാത്സിൽ ഗുഡ്. അപ്പോൾ മാത്സിൽ ഗുഡ് അല്ലാത്ത കുട്ടികൾ എന്ന് പറയുമ്പോൾ 25ൽ നിന്ന് 18 മൈനസ് ചെയ്താൽ മതി, നമുക്ക് 7 കിട്ടും. 7 സ്റ്റുഡൻസ് ആർ നോട്ട് ഗുഡ് ഇൻ മാത്സ്. അപ്പോൾ നമ്മൾ ആൻസർ കിട്ടി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.